ഹായ് ഡിയേഴ്സ്, ഇപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് നോട്ടീസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻ ഫോർ കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പൊ നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ടീസ് എന്താണെന്ന് നോക്കാം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ. എലിജിബിൾ കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് ഫോർ റൗണ്ട് 1, അതായത് NRI കോട്ടയ്ക്കുള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ ആണ് MCC പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതാണ് പ്രധാനപ്പെട്ട നോട്ടീസ്. അർജന്റ് അറ്റൻഷൻ, കാൻഡിഡേറ്റ്സിനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് MCC തരുന്നത്. അതായത് all candidates are requested to verify fee structure, bond conditions, eligibility, etc. on MCC website and confirm the same with college website before opting for choices. അതായത് എല്ലാ കുട്ടികളോടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഫീസ് സ്ട്രക്ചേഴ്സ്, അതത് കോളേജുകളുടെ ഫീസ് സ്ട്രക്ചേഴ്സ്, ചില ബോണ്ട് കണ്ടീഷൻസുകൾ ചില കോളേജുകൾ വെക്കുന്നുണ്ടായിരിക്കാം. അപ്പം എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടെന്ന് ഒരിക്കൽ കൂടി MCC നമ്മളോട് ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കോളേജുകളുടെയും വെബ്സൈറ്റുകളിൽ പോയി, നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന കോളേജുകളുടെ വെബ്സൈറ്റുകളിൽ പോയിട്ട് കോളേജ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അവിടുത്തെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അവിടുത്തെ ക്വാളിറ്റീസ്, ടീച്ചേഴ്സ് നിലവാരം, എല്ലാ കാര്യങ്ങളും, ഫീസ് സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓപ്ഷൻസുകൾ കൊടുക്കാൻ. നമ്മൾ എല്ലാ പ്രാവശ്യവും പറയാറുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. MCC will not be responsible for claims of candidates choosing wrong college afterwards. അപ്പൊ MCC യാതൊരു റെസ്പോൺസിബിളും എടുക്കില്ല നിങ്ങളുടെ wrong ആയിട്ടുള്ള കോളേജ് സെലക്ഷനിലെ. അപ്പൊ അത് പ്രത്യേകം ഉണർത്തുന്നു. അപ്പൊ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഫോളോയിങ് കോളേജ് ഹാവ് ഹയർ ഫീ ഇൻസ്പൈറ്റ് ഓഫ് ബീങ് ഓൾ ഇന്ത്യ കോട്ട. അപ്പൊ ഓൾ ഇന്ത്യ കോട്ടയിനേക്കാളും പറഞ്ഞതിനേക്കാളും ഹയർ ഫീ വാങ്ങുന്ന രണ്ട് കോളേജുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. രാജ മുത്തയ്യ മെഡിക്കൽ കോളേജ് തമിഴ്നാട്ടിലെ ഒരു കോളേജാണ്. MG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സേവാഗ്രാം വർധ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻ ആണ്, കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു ചെക്ക് ദി എലിജിബിലിറ്റി ഓഫ് NRI സീറ്റ്സ് ഓഫ് ജിപ്മർ ഫ്രം ദി ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഓഫ് ജിപ്മർ ഓർ ഡയറക്ട്ലി കോൺടാക്ട് ദി കോളേജ് ഓഫ് റിഗാർഡിംഗ് ദി സെയിം. അതായത് നിങ്ങൾ NRI സീറ്റിലേക്കാണ് ജിപ്മറിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫീസ് സ്ട്രക്ചർ നന്നായി മനസ്സിലാക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫീസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ യു ഡയറക്ട്ലി കോൺടാക്ട് ദി കോളേജ് ആണ് റിഗാർഡിംഗ് ദി സെയിം. അതും പ്രത്യേകം പറയുന്നുണ്ട്. അല്ലാതെ ജിപ്മറിലുള്ള വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് കോളേജ് ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ NRI കോട്ടയിലേക്കുള്ള ഫീസിന്റെ കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷനുകൾ കൊടുക്കുവാൻ വേണ്ടി. ഇനി എങ്ങനെയാണ്, ദ മോഡ് ഓഫ് പേയ്മെന്റ്സ് ഓഫ് NRI സീറ്റ് മേ ഓൾസോ ബി കൺഫേം ഫ്രം ദി കോളേജ്. നമ്മൾ അതിലേക്കുള്ള പേയ്മെന്റ് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ഓൾ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഓൺ സിസ്റ്റം, ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ് ആൻഡ് നോട്ട് ഓൺ മൊബൈൽ ഫോൺ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട്, ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ നമുക്ക് ഈ ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്. കാരണം മൊബൈൽ ഫോൺ ആണെങ്കിൽ പ്രോപ്പർ റണ്ണിംഗ് ഓഫ് വെബ്സൈറ്റ്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വെബ്സൈറ്റിന്റെ പ്രോപ്പർ റണ്ണിംഗ് ഫുൾ ആയിട്ട് കാണാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ബൈ യൂസിങ് ലാപ്ടോപ്പ് എന്ന് പ്രത്യേകം MCC നിഷ്കർഷിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ, candidates should be aware that MCC allows candidates on the basis of merit and choice and as per the data of eligible candidates received from NTA. There is no provision of nomination of candidates by MCC. അതായത് MCCക്ക് യാതൊരു പ്രൊവിഷനും ഇല്ല കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ. ഓൺലി ഓൺ ദി ബേസ് ഓഫ് മെറിറ്റ്.
ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ആണ്. നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ്ങിനനുസരിച്ചിട്ട് നിങ്ങളുടെ നീറ്റ് സ്കോർ അനുസരിച്ച് മാത്രമേ അപ്പോയിന്റ്മെന്റ് ലഭിക്കുകയുള്ളൂ. വേറെ യാതൊരു രീതിയിലും ഉള്ള ഇടപെടലുകൾ MCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള ഇമ്പോർട്ടന്റ് മെസ്സേജ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് MCC പറയാനുള്ള കാരണം എന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇടനിലക്കാർ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു MBBS സീറ്റ് വാങ്ങിത്തരാം, അല്ലെങ്കിൽ BDSന് അഡ്മിഷൻ വാങ്ങിത്തരാം, നിങ്ങൾ ഒരു സീറ്റിന് ഇത്ര പൈസ. അപ്പൊ ഇന്നത്തെ ഒരു പേപ്പറിൽ നിങ്ങൾ ന്യൂസ് വായിച്ചിട്ടുണ്ടാവും. JEE മെയിനിൽ ആൾമാറാട്ടം. ആസാമിലെ 1ാം റാങ്കുകാരനാണ് പിടിയിലായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവും പരീക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ആ ഒരു ന്യൂസ് നമ്മൾ ഇന്നത്തെ പേപ്പറിൽ വായിച്ചിട്ട് കാണും. അപ്പൊ ഇതുവരെ ഇങ്ങനെയുള്ള ഒരുപാട് മാൽ പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഉയർന്ന സ്ഥാപനമായ IITയിൽ വരെ നമുക്ക് ഇങ്ങനത്തെ മാൽ പ്രാക്ടീസുകൾ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ഒരുപാട് കച്ചവട കണ്ണുകളോടുകൂടി ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ പ്രിയ രക്ഷിതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ യാതൊരു രീതിയിലും ഇടപാടുകളോ ഒന്നും തന്നെ നമുക്കൊരു സീറ്റ് കിട്ടുവാനുള്ള ഒരു സാധ്യതയില്ല. എല്ലാ സീറ്റുകളും നമുക്ക് MCC വെബ്സൈറ്റിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്ക് ആ ഒരു രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്താൽ കിട്ടുന്ന സീറ്റുകൾ മാത്രമേ നമുക്ക് അലോട്ടഡ് കിട്ടുകയുള്ളൂ. വേറെ ഒരു രീതിയിലുള്ള സീറ്റിലും MCC ഉത്തരവാദിയല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നുണ്ട്. The students and all the concerned medical dental college of the country should beware of fake agents എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. And websites and may lodge FIR with the police station immediately in the case of any such information complaint is received. It is further stated MCC for maintain only for website for candidates. അതായത് MCCയുടെ www.mcc.nic.in എന്ന വെബ്സൈറ്റിലൂടെ മാത്രമേ നമുക്ക് അഡ്മിഷൻ സാധ്യമായുള്ളൂ. ഒരു ഫേക്ക് ഏജൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതൊരു രീതിയിലും നിങ്ങൾക്ക് ഒരു സീറ്റ് കരസ്ഥമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെയധികം ശിക്ഷാർഹമാണ്. അങ്ങനെ ഒരു ഫേക്ക് ഏജൻസിയിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് FIR രജിസ്ട്രേഷൻ നടക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വേറെ ഒരു ഫേക്ക് വെബ്സൈറ്റ് കൂടി ഒന്നും തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നോക്കുവാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ഗൗരവത്തോടെ കാണേണ്ടതാണ്. രണ്ടാമത്തെ നോട്ടീസാണ്, അതായത് NRI എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് MCC പുറത്തുവിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്, ഫൈനൽ ലിസ്റ്റ് അല്ല. അപ്പൊ വിദ്യാർത്ഥികളെ, നിങ്ങൾ ആർക്കും ടെൻഷൻ ആവണ്ട. കുറെ പേരുടെ പേരുകൾ ഇല്ലെങ്കിലും രണ്ടാമതും ഒരു ലിസ്റ്റ് ഉണ്ടാവുന്നതായിട്ടാണ് MCC അറിയിച്ചിട്ടുള്ളത്. ഇതും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതായത് NRI ഡോക്യുമെന്റ്സ് വിൽ ബി അണ്ടർ പ്രോസസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ റിസീവ്ഡ്. MCCക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സുകൾ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ലിസ്റ്റും കൂടി നമുക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ mcc.nic.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പേരുകൾ പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ഇതാണ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഉള്ളത്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്കൊരു മോട്ടിവേഷനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.